Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എല്ലാം ചെയ്യുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെയാണോ നാം ചെയ്യുന്നത്? നാം എന്തു ചെയ്താലും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം വേണം നാം ചെയ്യുവാൻ. നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു പോയാലും ദൈവത്തിന് നമ്മളോടുള്ള പ്ലാൻ ഒരിക്കലും പൊളിഞ്ഞു പോകുകയില്ല. ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിൽ തികഞ്ഞു വരുവാനുള്ള ആഗ്രഹമാണ്. നാം കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ള ആഗ്രഹമാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഭയങ്കര ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ നമ്മളിൽ നടത്തണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അതേ ഡിസൈനിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അതേ പ്ലാനിൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ നാം തികഞ്ഞു വരുന്നവരായി മാറണം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ നാം എന്തെല്ലാം ചെയ്യണം? ഒന്ന്, ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ നാം വിശുദ്ധിയിൽ തികഞ്ഞു വരുന്നവരായിരിക്കണം. വിശുദ്ധിയുടെ ആ വലിയ തികവ് നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 7:1 പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വിശുദ്ധിയിൽ തികച്ചുകൊള്ളുക. പിന്നെ ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ ഒരു വിശുദ്ധിയുള്ള ജീവിതം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആത്മമണവാളനായ ക്രിസ്തു മണവാട്ടിയാകുന്ന തൻ്റെ സഭയെ ചേർപ്പാൻ വരുന്നു. വരുമ്പോൾ നാം എങ്ങനെയായിരിക്കുന്നു? ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സമയങ്ങൾ പലതും നാം തള്ളിക്കളഞ്ഞു. നമ്മുടെ എത്രയോ വർഷങ്ങൾ നമുക്ക് ലോസായിപ്പോയി. ഒന്നും പ്ലാൻ ചെയ്യാതെ യേശുവിനോടുള്ള സ്നേഹം നഷ്ടപ്പെടുത്തിയുള്ള നമ്മുടെ ജീവിതം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പല പ്ലാനുകളും നഷ്ടമായിപ്പോയി. അത് വരാതിരിപ്പാൻ ഇനിയുള്ള സമയം നാം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരണം. വിശുദ്ധിയിൽ തികഞ്ഞു വരിക, ക്രിസ്തുവിൽ തികഞ്ഞു വരിക, അതാ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എപ്പോഴും തൻ്റെ ശുശ്രൂഷയുടെ മുഖത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള എരിവും ആ ഒരു വലിയ താല്പര്യവും ആ ഒരു വലിയ ദൗത്യവും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും താൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്നുള്ള ആ വലിയ ദൗത്യം നാം ജോലി ചെയ്യുമ്പോഴും, മിനിസ്ട്രിയിലായിരിക്കുമ്പോഴും, ഫാമിലി ലൈഫിലായിരിക്കുമ്പോഴും, പഠനത്തോട് ബന്ധപ്പെട്ടായിരിക്കുമ്പോഴും, ഏത് സമയത്തും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ക്രിസ്തുവിൽ തികഞ്ഞു വരിക. ആ ക്രിസ്തു യേശുവിലുള്ള ഭക്തിയോടെ നാം ജീവിക്കുക. അത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിൽ തികഞ്ഞു വരിക. 2, നാം യൂണിറ്റിയിൽ തികഞ്ഞു വരണം. നമ്മുടെ ജീവിതത്തിൽ, ഭവനത്തിൽ, സഭയിൽ, ആത്മീക ഭൗതിക മേഖലകളിൽ യൂണിറ്റി നഷ്ടപ്പെടുമ്പോൾ അവിടെ വലിയൊരു തകർച്ച സംഭവിക്കും. യൂണിറ്റിയിൽ എവിടെ നിൽക്കുന്നോ അവിടെ വലിയ വിടുതലുകളും സംഭവിക്കും.
നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ തികഞ്ഞു വരിക, യൂണിറ്റിയിൽ തികഞ്ഞു വരിക, ഭക്തിയിൽ നാം തികഞ്ഞു വരിക. അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ തോൽവികൾ ജയമായി മാറും. ശത്രു ശക്തികൾ ഇല്ലാതെയായി തീരും. അതുകൊണ്ടാണ് പറഞ്ഞ ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിലുള്ള ആ വലിയ തികവ്. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക. കഷ്ടതയിലൂടെ പോയപ്പോഴും അവൻ ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ പോയാലും നമ്മുടെ ജീവിതം നാം വിശുദ്ധ ജീവിതത്തിന് വേണ്ടി മുറുകെ പിടിക്കുക. സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ നാം ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള വഴികൾ തുറക്കും. വിശുദ്ധിയിൽ നാം ആയി തീരുമ്പോൾ തീരാൻ ചിലപ്പോൾ തീക്കകത്തൂടെ നമ്മെ ശോധന കഴിക്കും. തീക്കകത്തൂടെ കഴിക്കുന്ന ശോധന അത് നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ കാരണമായി മാറും. അത് കീടം മാറുന്നു, അത് വാല്യൂ വർദ്ധിക്കുന്നു, അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നു, വലിയ മാറ്റങ്ങൾ സംഭവിപ്പാനിടയായി തീർന്നു. ഒരിക്കലൂടെ ഞാൻ ഓർപ്പിക്കാം, നാം ക്രിസ്തുവിൽ തികഞ്ഞു വരിക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ, യൂണിറ്റിയിൽ ഐക്യതയിൽ തികഞ്ഞു വരുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഇപ്പോൾ ഈ കേൾക്കുന്ന ഓരോ മക്കളെയും ഒരുക്കണമേ. അനേകരുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലിന് കാരണമാക്കി മാറ്റണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സൗഖ്യദായകന്റെ കരം വയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തില് തീയിലൂടെ പോകുന്ന ശോധനയുടെ നടുവിൽ തളർന്നു പോകാതെ ഉറച്ചു നിൽപ്പാനിടയാക്കണം. ജനത്തെ സൗഖ്യമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, ഷെയർ ചെയ്യാതിരിക്കരുത്. ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ലവ് യു.